ശരി, അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കൂടിയാലോചനകൾ പല കോണിലായി നടക്കുകയാണ്. ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും, വി.ഡി. സതീശൻ ടീം VDSൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള സുപ്രധാനമായ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നാളെ രാവിലെ ആയിരിക്കും ഒരുപക്ഷെ അന്തിമ പട്ടിക ഔദ്യോഗികമായി പുറത്തിറങ്ങുക. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആരൊക്കെ മന്ത്രിമാരാകും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് വി.ഡി. സതീശനും സണ്ണി ജോസഫും കൂടിക്കാഴ്ച നടത്തുകയാണ്. അവിടെ RB സനൂപ് ചേരുന്നുണ്ട് KPCC ആസ്ഥാനത്ത് നിന്ന്. സനൂപ്, ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകണം എന്നത് മാത്രമാണോ? അതിനപ്പുറത്തേക്ക് വകുപ്പുകൾ സംബന്ധിച്ച് ഏതൊക്കെ മന്ത്രിമാർക്ക്, കോൺഗ്രസിലെ ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ടോ? വിശാലമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീപാദാസ് മുൻഷി, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, അതേപോലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുകയാണ്. പലരും, അതായത് ഇപ്പോ സ്ഥാനം ഉറപ്പിച്ചതിന് പുറത്തുള്ളവർ, ഈ പരിഗണനാ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നവർ ഇപ്പോ ഇവിടെ വന്ന് ചർച്ച നടത്തി പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളും KPCCയിലേക്ക് എത്തുകയാണ്. നിലവിൽ സൈഫ് സൂചിപ്പിച്ചതുപോലെ പേര് ഉറപ്പിച്ച കുറച്ചു പേരുണ്ട്. സണ്ണി ജോസഫ് ഉൾപ്പെടെ, K മുരളീധരൻ ഉൾപ്പെടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, M ലിജു, PC ഉൾപ്പെടെയുള്ളവരെയൊക്കെ പേര് ഉറപ്പിച്ചതാണ്. അതിനോടൊപ്പം തന്നെ ബിന്ദുകൃഷ്ണന്റെ പേര് പരിഗണിക്കുന്നു, ചാണ്ടിയുമ്മന്റെ പേരും സജീവ പരിഗണനയില്ല. ഇനിയുള്ള ബാക്കിയുള്ളവർ ആരെയൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തിക്കണം എന്ന് വേണ്ടതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ പേര് സജീവമായിട്ട് ഉണ്ടായിരുന്നു. ചെന്നിത്തലയും ഈ ആവശ്യമടക്കം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകണമോ എന്നുള്ള കാര്യം അടക്കം ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ IC ബാലകൃഷ്ണൻ അല്പസമയം മുമ്പാണ് KPCCയിൽ വന്ന് മടങ്ങിയത്. വയനാടിൽ നിന്ന് ഒരു മന്ത്രി ഉറപ്പായിട്ടും മന്ത്രിസഭയിൽ വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആരായിരിക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾ കണ്ട് സംസാരിച്ച് മടങ്ങിയത്. അപ്പൊ ആ രീതിയിലുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോ ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള ഷിബു ബേബി ജോൺ, RSPയുടെ ഷിബു ബേബി ജോൺ, MK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. അവരും ചർച്ചകൾ നടക്കുകയാണ്. കാരണം അതിൽ മന്ത്രിസ്ഥാനം ഷിബു ബേബി ജോണിന് ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് വകുപ്പുകൾ എന്ന കാര്യത്തിൽ ഇനിയും തുടർ ചർച്ചകൾ വേണ്ടിയിരിക്കുന്നു. നാളെ തന്നെ ഈ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. അപ്പൊ അതിനനുസരിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ട് തന്നെ KPCC ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ സുപ്രധാനമായ നിർണായകമായ ചർച്ച KPCC ആസ്ഥാനത്ത് തുടരുകയാണ്. നേതാക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആരൊക്കെ മന്ത്രിമാരാക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഈ ചർച്ചയ്ക്കൊടുവിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെ, ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ള കാര്യത്തിലൊക്കെ ഏതാണ്ട് ഒരു ധാരണ എത്തിയ ശേഷമായിരിക്കും പക്ഷേ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനം എത്ര വീതം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. RB സനൂപാണ് KPCC ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിങ്കളാഴ്ച